Ladies and gentlemen, this is Adesh and welcome to my Conedy. LBW സീരീസിന്റെ സീസൺ 1 അങ്ങനെ അവസാനിച്ചു. 120 എപ്പിസോഡിന്റെ സീരീസ് ആയിരുന്നു. കഴിഞ്ഞു പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നായിരുന്നു. കാരണം അടുത്ത ആഴ്ച തൊട്ടിട്ട് ഹാർട്ട് ബീറ്റിന്റെ സീസൺ 3 വരും. പക്ഷെ ഇത് കഴിഞ്ഞു പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. ഈ 117ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വെറുപ്പിക്കലായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഇതിന് തീർന്ന് കഴിയട്ടെ പണ്ടാരം പറഞ്ഞിട്ട് കരയിപ്പിച്ചടാ, ശരിക്കും കരയിപ്പിച്ചു. ഞാനൊക്കെ ഇന്നലെ പാതിരാത്രി 12 മണിക്ക് ഇരുന്ന് കരയായിരുന്നു ഇത് കണ്ടിട്ട്. ഭയങ്കര ഒരു ഇമോഷണൽ എൻഡിങ് ആയിരുന്നു LBWന്. അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള സീരീസാ. മലയാളീസിന്റെ ഇടയിൽ തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഈ സീരീസിന്. എനിക്കിത് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്, വെറുപ്പിക്കലാണോ ചോദിച്ചാൽ വെറുപ്പിക്കലും ഉണ്ട്. എന്നാൽ സ്റ്റിൽ LBWത്തെ ക്യാരക്ടേഴ്സ് ഫാമിലിയെ പോലെയാണ്. ഇതിന്റെ സെക്കൻഡ് സീസൺ നിങ്ങൾ എന്തായാലും ദയവ് ചെയ്ത് കൊണ്ടുവരണം. എൻ്റെ ഒരു ഹംബിൾ ആൻഡ് സിമ്പിൾ റിക്വസ്റ്റ് ആണ്. ആ മണി തങ്കം അവരങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. റൊമാൻസ് പറഞ്ഞ സാധനത്തിനോട് തന്നെ വെറുപ്പ് തോന്നിക്കുന്ന വിധത്തിലാണ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ്. അൺസഹിക്കബിൾ സാധനം. ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കണ്ടു, മണ്ണേ തങ്ക പണ്ടാരക്കെട്ട്. അതില്ലെങ്കിൽ ഇത് നല്ല രസമുള്ള സീരീസാ. അവർ രണ്ടുപേരും മാറ്റി നിർത്താം. മേ ബി അവർക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് കാണിച്ചാൽ മതി സീസൺ 2. ഇവര് തമ്മിലുള്ള ബോണ്ടിങ്, ഇതിലത്തെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ്, എസ്പെഷ്യലി മാത്തേൻ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആ പയ്യൻ, ജാക്കി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യൻ, അവര് തമ്മിലുള്ള ബോണ്ടിങ്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ബോണ്ടിങ്, ഇതൊക്കെ നല്ല രസമാണ്. ഇതിലാകെ വെറുപ്പിക്കാനായിട്ട് ഈ റൊമാൻസ്, അവിഞ്ഞ റൊമാൻസ് മാത്രമേ ഉള്ളൂ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം വിക്രാന്തിനെയാണ്. ഇപ്പൊ നമ്മൾ ഹാർട്ട് ബീറ്റിനെ പറ്റി പറയുമ്പോൾ അതിൽ നമ്മുടെ രതി മാമും, റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ നെടുമാരന്റെ ക്യാരക്ടർ പോലെയാണ് നമ്മുടെ LBWയില് റങ്കൻ ക്യാരക്ടർ, വിക്രാന്ത് ചെയ്ത ക്യാരക്ടർ. ഇതിന്റെ നട്ടല്, ഈ സീരീസിന്റെ സോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആള് വിക്രാന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ വിക്രാന്തിന്റെ ഭയങ്കര ഫാനാണ്. ഇതിന് മുമ്പേ ഞാൻ ആളുടെ ഫാനാണ്. ആളുടെ റൊമാൻസ് പറയുമ്പോൾ അത് നൈസാണ്. എന്നാൽ അണ്ണ വല്ലാത്ത ചതിയാണ് നിങ്ങൾ ചെയ്തത്. ഒരു തുളസി പോയാൽ 10-15,000 തുളസി വരും. നിങ്ങൾ MNC വിട്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്ന്? ക്രിക്കറ്റാണ് നിങ്ങളുടെ ലൈഫ്. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ പ്രേമം ഇരുമ്പിനോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രേമം ക്രിക്കറ്റിനോട് മാത്രമായിരിക്കാം, MNCയോട് മാത്രമായിരിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ മറ്റേ അക്കാഡമി വിട്ടിട്ട് ചെന്നൈയിലോട്ട് പോകാൻ തോന്നിയത്? അൺഅക്സെപ്റ്റബിൾ. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അതൊക്കെ ഭയങ്കര സെന്റിയായിരുന്നു. പിന്നെ മാത്തേന്റെ അമ്മ മരിക്കുന്ന സീൻസ് എന്തിനാടേ? ഇവിടെ ആൾക്കാർ സിനിമയും സീരീസ് ഒക്കെ ഇരുന്ന് കാണുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മനുഷ്യനെ കരയിപ്പിക്കാൻ. ഞാൻ ഇന്നേ വരെ LBWന്റെ ഒരു എപ്പിസോഡ് പോലും ഇറങ്ങിയ ദിവസം കാണാതിരുന്നില്ല. 2 മണിവരെയൊക്കെ ഇരുന്ന് കാണും. 11:30 വരും ജിയോ ഹോട്ട്സ്റ്റാറിൽ. 2 മണിവരെയൊക്കെ ഞാൻ കാണും അവസാനം. 2 മണിക്ക് ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് ഒരാൾ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഉറങ്ങാനാണ്? നിങ്ങൾക്ക് മനുഷ്യത്വം പറഞ്ഞ സാധനം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരു എൻഡിങ് ആയിരുന്നു. അടുത്ത വ്യാഴാഴ്ച തൊട്ട് ഹാർട്ട് ബീറ്റ് വരും. ഇറ്റ്സ് ഓക്കെ. പക്ഷെ LBW കഴിഞ്ഞു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനത്തെ ഒരു 10-15 എപ്പിസോഡായിട്ട് നല്ല രസമായിരുന്നു. ക്രിക്കറ്റ് ടൂർണമെന്റ്, അതിന്റെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സ്, ഇവര് തമ്മിലുള്ള ബോണ്ടിങ്, അതൊക്കെ നല്ല രസം. ആ റൊമാൻസ് എന്ന് പറഞ്ഞ സാധനം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര നല്ലൊരു സീരീസാണ്. ഒരു സമയത്ത് ഈ പണ്ടാരം എങ്ങനെയും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു. കഴിഞ്ഞപ്പോ അതിലേറെ ഒരു സങ്കടം. സോ ജിയോ ഹോട്ട്സ്റ്റാർ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അടിപൊളിയായിട്ടാ. ക്വാളിറ്റി സീരീസ് ആണ് അവർ കൊണ്ടുവരിക. ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് പ്രീതം ആൻഡ് പെഡ്രോ പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് വെരി നൈസ്. പിന്നെ റിസോർട്ട് അഗെയിൻ നൈസ് ആണ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പറഞ്ഞിട്ട് സീരീസ് പോകുന്നുണ്ട്. ഇടയ്ക്ക് ഒരു സീരിയൽ വൈബ് പിടിക്കും, അത് നൈസ് ആണ്. ഹാർട്ട് ബീറ്റ് നൈസ് ആണ്. ഓഫീസ് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, നൈസ് ആണ്. വളരെ വളരെ ചുരുക്കത്തിൽ മാത്രമാണ് ഇവര് ഊച്ചാളി സാധനങ്ങളൊക്കെ കൊണ്ടുവരുള്ളൂ. സോ ഇതുവരെ LBW കാണാത്തവരാണ്, നിങ്ങൾക്ക് ക്രിക്കറ്റ് റിലേറ്റഡ് സീരീസും സിനിമയൊക്കെ ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ കണ്ടു നോക്കുക. മലയാളം ഭാഷയൊക്കെ അവൈലബിൾ ആണ്. സ്റ്റിൽ മാക്സിമം തമിഴിൽ തന്നെ കാണാൻ നോക്കുക. മലയാളം ഡബിങ് ഒക്കെ വൻ ശോകമാണ്. 120 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 20-26 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നല്ല നല്ല മൊമെന്റ്സ് ഉള്ള സീരീസ് ആട്ടോ. വെറുപ്പിക്കലും അതിൻ്റെ ഒപ്പം ഉണ്ട്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ജേർണി നമ്മൾ പറയില്ലേ. വെറുപ്പിക്കുന്ന സീൻസ് ഉണ്ട്, എന്നാൽ നല്ല നല്ല മൊമെന്റ്സ്, നല്ല നല്ല ബോണ്ടിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. LBW കഴിഞ്ഞു അങ്ങനെ.
ദിസ് ഇസ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. നിങ്ങൾ എത്രയും പെട്ടെന്ന് സീസൺ 2 ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. വി ഓൾ ആർ വെയിറ്റിംഗ്. നല്ലൊരു ഫാൻ ബേസ് ഉള്ള സീരീസ് ആണ്. സീസൺ 2 നല്ലൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. എന്തായാലും വിക്രാന്തിന്റെ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഹാർട്ട് ബീറ്റിന്റെ കാര്യത്തിൽ തന്നെ തേജു പറഞ്ഞ ക്യാരക്ടർ ചെയ്ത മറ്റേ കൊച്ച് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അക്സെപ്റ്റബിൾ ആവുക? ഒരു സീരീസ് പറയുമ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ സോള്. എസ്പെഷ്യലി തേജു ഒക്കെ ഹാർട്ട് ബീറ്റിന്റെ നട്ടല് ക്യാരക്ടറാണ്. എനിക്ക് റീനേക്കാൾ ഇഷ്ടം തേജുവിനെയാണ്. എനിവേസ് എത്രയും പെട്ടെന്ന് സീസൺ 2 ആയിട്ട് വരും വിചാരിക്കുന്നു.